ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSM മാത്തമാറ്റിക്സിൽ സിക്സ്ത് മൊഡ്യൂളിൽ അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളുടെ സിക്സ്ത് മൊഡ്യൂൾ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ മീഡിയനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 9ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും HSM മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയനെ കുറിച്ചിട്ടാണ്. നമ്മളിതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മീന് പറഞ്ഞു, അഥവാ മാധ്യം പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മീഡിയനാണ്, അഥവാ മധ്യാങ്കം. ഓക്കെ, അപ്പോൾ എന്താണ് മധ്യാങ്കം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം ഒരു ഡാറ്റയിലെ പ്രാപ്താങ്കങ്ങളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുമ്പോൾ മധ്യത്തിൽ വരുന്ന വിലയാണ് മധ്യാങ്കം. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒക്കെ സെൻട്രലോട്ടുള്ള പ്രവണത കാണിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര പ്രവണതാമാനം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ മധ്യാങ്കം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമീകരിച്ചതിന് ശേഷം അതിൽ വരുന്ന ഏറ്റവും നടുക്കത്തെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? മധ്യാങ്കം അഥവാ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മധ്യാങ്കം ഒരു സ്ഥാനീയ ശരാശരിയാണ്, അഥവാ പൊസിഷണൽ ആവറേജ് എന്ന് വിളിക്കുന്നു. നമ്മളുടെ മീനിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജ്, ഗണിത ശരാശരി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളുടെ മീഡിയൻ അഥവാ മധ്യാങ്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാനീയ ശരാശരിയാണ്. അതെന്തായാലും നമ്മളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പൊസിഷണൽ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതണം. ഓക്കെ, അത് മധ്യാങ്കമാണ്, അഥവാ മീഡിയൻ ആണ്, സ്ഥാനീയ ശരാശരി. ഓക്കെ, ഇനി മധ്യാങ്കം കണക്കാക്കുന്ന വിധം അസംസ്കൃത ഡാറ്റ. ഇവിടെ നമുക്ക് 3 എണ്ണം ഉണ്ട്. അസംസ്കൃത ഡാറ്റയുണ്ട്, വേറിട്ട ചരങ്ങളുണ്ട്, തുടർച്ചരങ്ങളുണ്ട്. ഇത് ഓരോന്നിനും ഇത് കാണുന്നതിന് ഓരോ രീതികളുണ്ട്. ഓക്കെ, ഫസ്റ്റ് അസംസ്കൃത ഡാറ്റ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക, അഥവാ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതണം. ഡാറ്റയുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ. അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്പറുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2, 4, 6, 8, 10, ഇങ്ങനെ 1, 2, 3, 4, 5 നമ്പറുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഒറ്റസംഖ്യയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 കൂട്ടുക. അപ്പോൾ 5 നമ്പർ, 5ക്ക് 1 കൂട്ടിയാൽ 6, 6ൻ്റെ പകുതി 3, മൂന്നാമത്തെ പൊസിഷനിലുള്ള നമ്പർ ആയിരിക്കും ഇതിൻ്റെ ആവറേജ് വരുന്നത്. ആവറേജ് അല്ല, മധ്യാങ്കം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇരട്ടസംഖ്യയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 4 നമ്പർ അല്ലേ ഉള്ളൂ. ഇരട്ടസംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി, 4 നമ്പറാണ്, 4ൻ്റെ പകുതി സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുടെ ആവറേജ് ആയിരിക്കും ഇതിൻ്റെ മിഡിൽ വരിക. കണ്ടോ, 4ഉം 6ഉം രണ്ടാമത്തെയും മൂന്നാമത്തെ ആളുടെ ആവറേജ് ആയിരിക്കും ഇതിൻ്റെ മധ്യാങ്കം വരിക. ഇതാണ് ഈ 2 ഒബ്സർവേഷൻ കേട്ടോ. ഒറ്റസംഖ്യ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ കാണാൻ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക, ആ പൊസിഷനിൽ വരുന്ന നമ്പർ. ഇരട്ടസംഖ്യ ആണെന്നുണ്ടെങ്കിലോ നേരെ പകുതി എടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ള നമ്പറും അത് രണ്ടും തമ്മിലുള്ള ആവറേജും. ഞാൻ ഓരോ എക്സാമ്പിൾസ് നോക്കാം നമുക്ക് കേട്ടോ. നോക്കിയാ 8, 10, 14, 13, 8, 21, 10, 12, 25, 13, 9 മധ്യാങ്കം കണക്കാക്കുക. ആദ്യം നമ്മൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പോവാണ് കേട്ടോ. നോക്കിയാൽ 8 എഴുതുമ്പോൾ അങ്ങനെ വെട്ടിപ്പോയി. ഞാൻ ആദ്യം എഴുതി കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. 8, പിന്നെ 10, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ 10 എന്ന് എഴുതി. പിന്നെ 14, അതിനും ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 14 എഴുതി. പിന്നെ 13, അത് 14ൻ്റെ തൊട്ട് മുമ്പിൽ എഴുതി. പിന്നെ 8, വീണ്ടും 8ആണ്, അത് ഞാൻ 8ൻ്റെ അപ്പുറത്ത് എഴുതി. പിന്നെ 21, അത് ലാസ്റ്റൊക്കെ എഴുതി. പിന്നെ 10, അത് ഇവിടെ എഴുതി. പിന്നെ 12, അത് ഇവിടെ എഴുതി. 12, 13, 14. പിന്നെ 25, അതാണ് ഏറ്റവും വലുത് അതിൽ കണ്ടിട്ടല്ലേ, വേറെ അല്ലല്ലോ, ഇല്ല. പിന്നെ ഒരു 13, 2 13 ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു 13 കൂടിയും വരും. പിന്നെ ഒരു 9.
8 8 9 10 10 12 13 13 14 21 25 കണ്ടോ 8 8 9 10 10 12 13 13 14 21 25 ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഈ വെട്ടുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വല്ല നമ്പറും ബാലൻസ് വരുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ എത്ര നമ്പർ ഉണ്ട് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 നമ്പറാണുള്ളത്. 11 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 11ക്ക് 1 കൂട്ടിയ 12, അതിൻ്റെ പകുതി 6. ആറാമത്തെ പൊസിഷനിലുള്ള ആൾ, ആറാമത്തെ പൊസിഷനിലുള്ള ആൾ കേട്ടോ, 6 അല്ല, ആറാമത്തെ പൊസിഷനാണ് മധ്യം എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 4 5, ആറാമത്തെ ആൾ 12 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മധ്യം എത്രയാണ്? 12 ആണ്. ഇനി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കണ്ടോളാം. ഇതാ n 11 ആണ്. അപ്പോൾ 11ക്ക് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി 12/2, ആറാമത്തെ ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടുന്ന് എണ്ണി 1 2 3 4 5 6, ആറാമത്തെ ഒബ്സർവേഷൻ. അതാണ് മധ്യമം 12, മധ്യാങ്കം. ഓക്കെ, ഇനി ഇരട്ട സംഖ്യ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ 9ൻ്റെ അപ്പുറത്ത് ഞാനൊരു 20 കൂടിയും കൊടുത്തു. അപ്പോൾ ഈ നമ്മൾ എഴുതിയ 21ൻ്റെ മുമ്പ് ഒരു 20 കൂടിയും വരും, മാത്രമേ ഉള്ളൂ. കണ്ടോ, 14 കഴിഞ്ഞിട്ട് ഒരു 20 വരും, പിന്നെ 21 25. ഇവിടെ 12 നമ്പറാണുള്ളത് അല്ലേ? ഒരു നമ്പറും കൂടി കൂടിയല്ലേ, നമ്മൾ ഈവൺ നമ്പർ ആക്കിയെന്നുള്ളൂ കേട്ടോ. 12 നമ്പറാണുള്ളത്. അപ്പോൾ 12ൻ്റെ പകുതി ആറാമത്തെയും ഏഴാമത്തെയും ആളുടെ ആവറേജ്. അപ്പോൾ 12ഉം 13ഉം ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, n 12, നമ്പർ ഓഫ് ടേംസ് 12 ആണ്. അപ്പോൾ n/2 12 വേണ്ടോ, 12ൻ്റെ പകുതി ആറാമത്തെയും ഏഴാമത്തെയും ആൾ തമ്മിൽ കൂട്ടുക, അതിൻ്റെ ആവറേജ്. 12ഉം 13ഉം കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് 25/2, 12.5 വരും. ഓക്കെ, ആവറേജ് 12.5. അപ്പോൾ ഇവിടുത്തെ മധ്യാങ്കം എത്രയാണ്? 12.5. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റയുടെ ഒരു അല്ലെങ്കിൽ ഒരു റോ ഡാറ്റയുടെ ഒരു ഇത് കാണുന്ന മെത്തേഡ് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ആദ്യം ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. അതിനുശേഷം സെൻറ്ററിൽ വരുന്ന ആൾ, ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ ഒരാളുണ്ടാവും. അത് കാണാൻ അതിലേക്ക് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി, കറക്റ്റ് പൊസിഷൻ കിട്ടും. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കുക, ആ ആളും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളും എടുക്കുക, ഇവരുടെ ആവറേജ് കാണാം. ഓക്കെ, ഇനി അടുത്തത് വേറിട്ട ആവർത്തി പട്ടിക. ഡാറ്റയെ ആരോഹണ ക്രമത്തിൽ എഴുതുക, സഞ്ചിത ആവർത്തി പട്ടിക കാണുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ n+1/2 n/2 പിന്നെ n/2 പ്ലസ് 1 ഒബ്സർവേഷനും കൂടി കൂട്ടിയിട്ട്, അതായത് ഈവൺ നമ്പർ ഓഡ് നമ്പർ, അത് നമ്മൾ എല്ലാത്തിനും ഒരേ ഇക്വേഷൻ തന്നെ കേട്ടോ. അപ്പോൾ വേറിട്ട ആവർത്തി പട്ടിക ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആരോഹണ ക്രമത്തിലാണോ നോക്കണം, അതിനുശേഷം സഞ്ചിത ആവർത്തി പട്ടിക ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, മധ്യാങ്കം കണക്കാക്കുക. ഒരു ഡെയിലി വേജ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. ഇത് 100ലാണ് കേട്ടോ, അതായത് 600 800 1000 1200 1500 1800 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. അതെങ്ങനെ കാണാം? ആദ്യം ഈ ഫ്രീക്വൻസി ഇങ്ങോട്ട് എഴുതി 20, 20ക്ക് 14 കൂട്ടിയാൽ 34, 34 7 41, 41 10 51 6 57, 57 10 67 2 69, 69 2 71. ഓക്കെ, 71 കിട്ടി. 71 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ അല്ലേ? ഒറ്റ സംഖ്യ ആകുമ്പോൾ എന്ത് ചെയ്യണം? അതിലേക്ക് 1 കൂട്ടണം. അപ്പോൾ 72, അതിൻ്റെ പകുതി 36, 36ാമത്തെ പൊസിഷനിലുള്ള ആൾ കേട്ടോ. എങ്ങനെ? 36ാമത്തെ പൊസിഷൻ. ഇതെന്ന് പറയുന്നത് 1 മുതൽ 20 വരെ. ഇത് 21 മുതൽ 34 വരെ. 35 മുതൽ 36 വരെ ഇതിലാണ് വിടുക. ഓക്കെ, 35 മുതൽ 36 അല്ല 41 വരെ ഇതിലാണ് പെടുക. അപ്പം 36 ഇതിൽ പെട്ടു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എത്രയാ? 10 100. 10 100 പറഞ്ഞാൽ 1000. ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇരട്ട സംഖ്യ വരണമെന്ന് കാണാം. മധ്യാങ്കം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. 4 6 4 10, 10 10 21 21, 21 10 31 2 33, 33 7 40, 40 2 42. ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 42ൻ്റെ നേരെ പകുതി എടുക്കുക. എത്രയാ? 21.
21ാമത്തെയും 22ാമത്തെയും ആളുകൾ തമ്മിൽ കൂട്ടുക, അതിൻ്റെ ആവറേജ്. അപ്പോൾ 1 മുതൽ 4 വരെ ഇതിൽ പെടും, 5 തൊട്ട് 10 വരെ ഇതിൽ പോകും, 11 തൊട്ട് 21 വരെ ഇതിൽ പോകും, 11 തൊട്ട് 21 വരെ ഇതിൽ പോകും. അപ്പോൾ 21 എത്രയാണ്? 25. ഇനി 22 തൊട്ട് 33 വരെ പോകുന്നത് ഇതിലാണ്. അതെത്രയാ? 40 ബൈ 2 എന്ന് വരും. ഉണ്ടോ? 25ക്ക് 40 കൂട്ടുമ്പോൾ നമുക്ക് 65 ബൈ 2 32.5 കിട്ടും. ഇനി ഈ 25 പ്ലസ് 40 ബൈ 2 കൂട്ടാതെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു മെത്തേഡും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. അതെങ്ങനെയാണെന്ന് അറിയോ? 25ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 15 അല്ലേ? അതിൻ്റെ പകുതി എടുക്കുക, അതെത്രയാ? 7.5 ആണ്. ആ 7.5 ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടുക, അഥവാ 25ക്ക് കൂട്ടുക. 5.73 10 12 ഇഷ്ടം 1 2 1 3 കണ്ടോ? ഇങ്ങനെയും ആവറേജ് കാണാം കേട്ടോ. 2 നമ്പറിൻ്റെ ആവറേജ്. ആ 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ എന്താ വേറിട്ട ആവർത്തി പട്ടിക എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. വേറിട്ട ചരങ്ങൾ എങ്ങനെയാ? ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക, ആ പൊസിഷനിൽ വരുന്ന ആൾ. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ആൾ. ഓക്കെ, ഇവർ രണ്ടുപേരുടെയും ആവറേജ്. ഓക്കെ, അപ്പോൾ റോ ഡാറ്റയും നമ്മൾ നോക്കി, കണ്ടിന്യൂസ് ഡാറ്റയും നോക്കി, ഇനി ഫ്രീക്വൻസി വരുന്നത് നോക്കി, ഇനി കണ്ടിന്യൂസ് ഫ്രീക്വൻസി വരുന്നത് നോക്കണം, അഥവാ ക്ലാസ് ഇൻ്റർവൽ വരുന്നത് നോക്കണം. ഇനി തുടരാവർത്തി പട്ടിക. ഓക്കെ, ഉൾച്ചേർക്കൽ ക്ലാസ്, ഇൻക്ലൂസീവ് ക്ലാസ് ഉണ്ടെങ്കിൽ അവയെ കേവല ക്ലാസ്സുകൾ, എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കിയിട്ട് മാറ്റണം. എന്താണ് ഉൾച്ചേർക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 0 to 9, 10 to 19, 20 to 29 ഇങ്ങനെയാണ് ക്ലാസ് എങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് അഥവാ ഉൾച്ചേർക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് 0 തൊട്ട് 9 വരെ ഇതിൽ പോകും, പിന്നെ 10 തൊട്ട് 19 വരെ ഇതിൽ പോകും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വ്യത്യാസം വരുന്നത് ഇതും 9ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം വരുന്നത് 1 അതിൻ്റെ പകുതി ആദ്യത്തെ നമ്പർക്ക് കുറക്കണം. അപ്പോൾ 0.5 to 9.5. ഇവിടെയോ 10 0.5 പോകുമ്പോൾ 9.5 to 19.5, 21.5 പോകുമ്പോൾ 19.5 to 29.5. ഇങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കിയിട്ട് അഥവാ കേവല ക്ലാസ്സുകളാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കാണാൻ പറ്റുള്ളൂ? ഈ മധ്യാങ്കം കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾക്ക് മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? മധ്യാങ്കം പറയുന്നത്. അതായത് 0 to 10, 10 to 20 ഇങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾക്കാണ് പറയുന്നത്. ഇവിടെ 9.5 ഇൻക്ലൂഡഡ് അല്ല. 9.5 ഇതാ ഇപ്പുറത്തെ ക്ലാസ്സിലുള്ള ലോവർ ലിമിറ്റിൽ പെടുള്ളൂ. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ, ഉൾച്ചേർക്കൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കേവല ക്ലാസ്സുകളാക്കി മാറ്റണം. ഉൾച്ചേർക്കൽ ക്ലാസ്സും കേവല ക്ലാസ്സുകളൊക്കെ നമ്മൾ ഫസ്റ്റ് കുറേ പറഞ്ഞതാണ്. ഓക്കെ, അതിനുശേഷം സഞ്ചിതാവർത്തി പട്ടിക തയ്യാറാക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. അതിനുശേഷം n/2 സഞ്ചിതാവർത്തി വരുന്ന ക്ലാസ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മീഡിയം കാണുന്നതോ ആ മധ്യാങ്കം കാണും. L + n/2 - CF / F × H. L എന്ന് പറഞ്ഞാൽ n/2 ക്ലാസിൻ്റെ താഴ്ന്ന പരിധി, CF എന്ന് പറഞ്ഞാൽ n/2 ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസിൻ്റെ സഞ്ചിതാവർത്തി, ദെൻ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n/2 ക്ലാസിൻ്റെ ആവൃത്തി, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് അന്തരം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ മധ്യാങ്കം കാണണം. ഇത് നോക്കിയേ, എക്സ്ക്ലൂസീവ് തന്നെയല്ലേ? നോക്കിയേ അല്ലേ? കേവല ക്ലാസ്സുകൾ തന്നെയല്ലേ? നോക്കിയേ, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം ആദ്യം. 6, 6ഉം 10ഉം 16ഉം 2ഉം 18, 18ഉം 18ഉം 36, 36ഉം 10ഉം 46ഉം 3ഉം 49, 49ഉം 9ഉം 58, 58ഉം 4ഉം 62, 62ഉം 1ഉം 63. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി.
ഇനി n/2 കാണുക. ഇത് 63 63ൻ്റെ പകുതി 31.5 കിട്ടും. ഇനി ഈ 31.5 എവിടെ വരുന്നത് നോക്കണം. അതാണ് നമ്മളുടെ മധ്യാങ്ക ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 31.5 എവിടെ വരിക? ഇവിടെ 6 വരെ ഇവിടെ പോവും, 7 തൊട്ട് 18 വരെ, പിന്നെ 19 തൊട്ട് 36 വരെ ഇതിലാണ് പോവുക, 19 തൊട്ട് 36 വരെ ഇതിലാണ് പോവുക. അപ്പോൾ ഇവിടെ വരും 31.5. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതി L+n/2 - CF / F/H. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യാങ്ക ക്ലാസിൻ്റെ താഴ്ന്ന പരിധി, അത് 50. n/2 നമുക്ക് കിട്ടിയിട്ടുണ്ട് 31.5. CF എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇതാണ് CF വരിക, നമ്മളുടെ മധ്യാങ്ക ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യാങ്ക ക്ലാസിൻ്റെ ഫ്രീക്വൻസി, അത്. H എന്ന് പറഞ്ഞാൽ ക്ലാസ് അന്തരം, അത് 10. ക്ലാസ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള അകലം, അത് 10. ഇനി ഈ വാല്യൂസ് ഒക്കെ നമ്മളിവിടെ കൊടുക്കും. L 50 CF 18 F 18 H 10 നമ്മൾ കൊടുത്തു. ഓക്കെ, 50 + 31.5 - 18 / 18 × 10. ദെൻ 31.5 18 മൈനസ് ചെയ്തു, 31.5 18 നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 18.05 പോയിന്റ് ഇട്ടു. ഇവിടെ 11 ആകും, ഇവിടെ 2 ആകും. 11 8 പോയാൽ 3 കിട്ടും. 2 1 പോയാൽ 1, 13.5. ഇനി 13.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 135 ആവും. അതിനുശേഷം നമ്മൾ 135നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 135നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 135ൽ 7 18 വരും. 7 8 56 6 ഇഷ്ടം 5 ഒരേ 7 7 3 10 2 12. ഇവിടെ 15 ആവും. 15 6 പോയാൽ 9, 2 2 പോയാൽ 0, 1 1 പോയാൽ 0. ഇനി ഇവിടെ ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു 0 ഇട്ടു, അറക്കി എഴുതാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടണം. ഇനി ഇവിടെ നമുക്ക് വരുന്നത് 5 ആണ് വരുന്നത്. 8 5 40ക്ക് 0 ഇഷ്ടം 4 5 4 9 കണ്ടോ. അപ്പോൾ 7.5 കിട്ടും. 50ക്ക് 7.5 കൂട്ടുമ്പോൾ 57.5. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ തുടർചരത്തിൻ്റെ തുടരാവർത്തി പട്ടികയുടെ മധ്യാങ്കം കാണുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഓർത്തോളാം, L+n/2 - CF / F/H. അതിൽ ഓരോ ടേമുകളും എന്താണെന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത് മധ്യാങ്കത്തിൻ്റെ മേന്മകളും പോരായ്മകളും കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതിന് കൃത്യമായ നിർവചനമുണ്ട്. ഇതിൻ്റെ മേന്മകളാണ് പറയുന്നത്. ഇതിന് കൃത്യമായ നിർവചനമുണ്ട്. കണക്ക് കൂട്ടുന്നതിന് എളുപ്പമാണ്. ചില അവസരങ്ങളിൽ ഒരു ചെറിയ പരിശോധന വഴിയും മധ്യാങ്കം കാണാം, അല്ലേ? ചില സമയത്ത് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മധ്യാങ്കം കാണാൻ പറ്റും. അഗ്രവിലകളെ ബാധിക്കുന്നില്ല. മെയിനായിട്ട് ഓർത്തോളാം, അഗ്രവിലകളെ ബാധിക്കുന്നില്ല. നമ്മൾ മീനിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഓപ്പൺ എൻഡഡ് ക്ലാസ്സിന് മീന് കാണാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അതായത് അഗ്രവിലകൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ലെങ്കിൽ മീനില്ല എന്നാണ്, മീന് കാണാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അഗ്രവിലകളെ ബാധിക്കുന്നില്ല. ഉയർന്ന പരിധിയോ താഴ്ന്ന പരിധിയോ ഇല്ലാത്ത ക്ലാസ്സുകളുള്ള അവസരത്തിലും മധ്യാങ്കം കാണുവാൻ സാധിക്കും. ഇനി ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുവാൻ കഴിയുന്ന എന്നാൽ സംഖ്യാരൂപത്തിൽ എഴുതാൻ കഴിയാത്ത ഗുണാത്മക ഡാറ്റ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ശരാശരിയാണ് മധ്യാങ്കം. അപ്പോൾ ഗുണാത്മക ഡാറ്റയ്ക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ശരാശരി ഏതാണ്? മധ്യാങ്കമാണ്. മറ്റ് പ്രാപ്താംഗങ്ങളെക്കാൾ തീർത്തും വ്യത്യസ്തമായ ഒരു പ്രാപ്താംഗം വരുന്ന അവസരത്തിൽ ശരാശരിയായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും യോജിച്ചതും എന്ത് തന്നെയാണ്? മധ്യാങ്കമാണ്. ഈ 2 പോയിന്റുകളൊന്നും ഓർത്തുള്ളൂ കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റുകൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് പറയും? ചിലപ്പോൾ ഓപ്ഷൻസുകൾ തരും, ഏതാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് മധ്യാങ്കമാണ്. അപ്പോൾ ഗുണാത്മകമായ ഡാറ്റയ്ക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ഒരേ ഒരു ശരാശരി ഏതാണ്? ഗുണാത്മക ഡാറ്റ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ശരാശരിയാണ് എന്ത്? മധ്യാങ്കം. മറ്റ് പ്രാപ്താംഗങ്ങളെക്കാൾ തീർത്തും വ്യത്യസ്തമായ ഒരു പ്രാപ്താംഗം വരുന്ന അവസരത്തിൽ ശരാശരിയായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? മധ്യാങ്കമാണ്. ഇനി പോരായ്മകൾ, ചില പോരായ്മകൾ പറയുന്നതാണ്. ചില അവസരങ്ങളിൽ മധ്യാങ്കത്തെ കൃത്യമായി കാണുവാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് പ്രാപ്താംഗങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ മധ്യാങ്കം കാണുന്നതിന് മധ്യത്തിലുള്ള 2 വിലകളുടെ മാധ്യമാണ് കാണുന്നത്. ശരിയാണ് അല്ലേ? ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മിഡിലുള്ള നമ്പർ കിട്ടും. പക്ഷേ ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ മിഡിലുള്ള 2 ആളുടെ ആവറേജ് ആണ് വരുന്നത്. അത് ചിലപ്പോൾ അതിലില്ലാത്ത നമ്മളുടെ മധ്യാങ്കത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ്?
മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുമ്പോൾ മധ്യത്തിൽ വരുന്ന നമ്പറിനെയാണ് നമ്മൾ മധ്യാങ്കം എന്ന് പറയുന്നത്. പക്ഷെ അത് ഈവൺ നമ്പർ ആകുമ്പോൾ മധ്യത്തിൽ വരുന്ന രണ്ടെണ്ണത്തിന്റെ ആവറേജ് ആണ്. അത് ആ സീക്വൻസിൽ ഇല്ലാത്തതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2, 4, 6, 8 ഇങ്ങനെ ഒരു നമ്പർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ 4ന്റെയും 6ന്റെയും ആവറേജ് ആയിട്ട് 5 നമുക്ക് ഇവിടെ മധ്യാങ്കം കിട്ടുക. പക്ഷെ 5 എന്ന് പറയുന്നത് ഈ സീക്വൻസിലേ ഇല്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ പറയുന്നത്. ഓക്കെ, ഇതൊരു ഏകദേശ വില മാത്രമാകുന്നു. ഇത് എല്ലാ വിലകളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഓക്കെ, ഈ ഇതെന്ന് പറയുന്നത് എന്താണ്, അതായത് മധ്യാങ്കം എന്ന് പറയുന്നത് നമ്മളുടെ ഈ മീൻ വരുന്ന ഇരട്ട സംഖ്യ വരുന്നത് ഒരു ഏകദേശ വില മാത്രമാകുന്നു. ഇത് എല്ലാ വിലകളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 4, 7, 8, x+1, 2x - 3, 15, 16, 20 എന്നീ സംഖ്യകൾ ആരോഹണ ക്രമത്തിലാണ്. ഇത് ഓൾറെഡി ആരോഹണ ക്രമത്തിലാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മീഡിയൻ 12.5 എങ്കിൽ എക്സിന്റെ വില എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ആകെ എത്ര നമ്പർ ഉണ്ട് ഇവിടെ നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8 നമ്പേഴ്സ് ആണുള്ളത്. 8 ആവുമ്പോൾ മിഡിലിൽ 2 ഉണ്ടാവും. 8 നമ്പറാണുള്ളത് അല്ലേ, 8 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ 8ന്റെ പകുതി 4-ാമത്തെയും 5-ാമത്തെയും ആളെടുക്കുക. 1, 2, 3 ഇതാ 4-ാമത്തെയും 5-ാമത്തെയും ആളിതാ. ഇവർ 2 പേരുമാണ് 4-ാമത്തെയും 5-ാമത്തെയും ആള്. ഇവരുടെ 2 പേരുടെയും ആവറേജ് ആണ് മധ്യാങ്കം എന്ന് പറയുന്നത്. 4-ാമത്തെയും 5-ാമത്തെയും ആളെ കൂട്ടി അതിന്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മധ്യാങ്കം 12.5 കിട്ടും. 4-ാമത്തെ ആൾ x+1 ആണ്. 5-ാമത്തെ ആൾ 2x - 3 ആണ്. ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോൾ ഗുണിക്കാനാവും. ഓക്കെ, x + 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x ആണ്. +1 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. 12.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 കിട്ടും. ഇനി ഈ -2നെ എപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 25 + 2 അത് 27 ആകും. ഈ 3നെ എപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 27/3 ആകും. ആൻഡ് ദാറ്റ് ഈസ് 9. സോ x = 9. അപ്പോൾ എക്സിന്റെ വില എത്രയാണ്? 9. ഓക്കെ, ഇനി വേറൊന്ന്, ഒരു മീഡിയൻ 86 ആയ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ വിട്ടുപോയ ആവൃത്തി കാണണം, എഫ് കാണണം. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് പ്രാക്ടീസ് ആയാലേ മാക്സിമം സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം മാക്സിമം നല്ല സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് നല്ലോണം ചെയ്യാം. എങ്കിലേ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. 2, 2 × 1 കൂട്ടിയാൽ 3, 3 6 9, 9 6 15, 15 F 15 F. ഇതിലേക്ക് 12 കൂട്ടുമ്പോൾ 27 + F ആവും, പിന്നെ 32 + F ആവും. ഇനി മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ട് 86 ആണ്. ഇനി n/2 കാണണം അല്ലേ. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 80 to 90 ആണ്. എന്തുകൊണ്ടാണ് മീഡിയൻ ക്ലാസ് 80 to 90 എന്ന് പറയുന്നത് എടുക്കാൻ കാരണം എന്നറിയോ? മധ്യാങ്ക ക്ലാസ്. കാരണം മീഡിയൻ എന്ന് പറയുന്നത് 86 ആണ്. 86 വരുന്നത് 80ന്റെയും 90ന്റെയും നടുക്കല്ലേ. ആ ഗ്യാപ്പിലല്ല, അല്ലെങ്കിൽ ആ ക്ലാസ്സിലല്ല 86 വരിക. അപ്പോൾ അതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി n കാണണം, അതായത് സിഗ്മ എഫ് കാണണം. അത് 32 + F ആണ്. അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടി കിട്ടുന്നതാണ് നമ്മളുടെ ഫ്രീക്വൻസിയുടെ സം എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇക്വേഷനിൽ കൊടുത്തു L എന്ന് പറയുന്നത് 80 ആണ്. L എത്രയാണ്? 80 ആണ്. n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 + F/2 കിട്ടും. CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മീഡിയം ക്ലാസിന്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അത് 15. F ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഓഫ് മീഡിയം ക്ലാസ്, അത് F തന്നെയാണ്. H ഇവിടുത്തെ ക്ലാസ് അന്തരം, അത് 10 ആണ്. ആ വാല്യൂസ് ഒക്കെ ഞാനിവിടെ ഇട്ട് കൊടുത്തു. 80 + 32 + F/2 മൈനസ് CF 15 ആണ്. F തന്നെയാണ്, ഇൻറ്റു H 10 ആണ്. ഓക്കെ, ഈ 80നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷനും നടത്തി നോക്കിയേ. ഇവിടെ 15ന്റെ താഴെ ഒരു 1. അപ്പോൾ 32 + F × 1 32 + F മൈനസ് 2 × 15 30 ഡിവൈഡഡ് ബൈ 2 × 1 2 ഡിവൈഡഡ് ബൈ F. 32 നിന്ന് 30 പോയാൽ 2 കിട്ടും. അപ്പോൾ 2 + F ഡിവൈഡഡ് ബൈ 2 F/1 എന്നുണ്ടാവും. ഇവിടെ ഈ ഡിവിഷൻ എന്തായി? ഇൻറ്റു I. F/1 1/F I ഇൻറ്റു 10. 10 × 1 10 ആണ്. ദെൻ 2 + F × 10 2 × F 2F = 6.
ഇനി ഇതിനെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുപോകാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 × 10 20, f × 10 10f, 2f × 6 അഥവാ 6 × 2f അത് 12f എന്നും വരും. അവിടേക്ക് ഈ 10f വരുമ്പോൾ -10f ആവും. 12f എന്ന് 10f പോയാൽ ബാക്കി 2f. അപ്പോൾ 20/2 നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 20/2 ഇപ്പോൾ f = 20/2 f എന്ന് കിട്ടും. അതിൽ നിന്ന് f = 10 എന്ന് കിട്ടും. ഫ്രീക്വൻസി എത്രയായിട്ട് കിട്ടും? 10 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? കാണാതായ f എത്രയാണ്? 10 ആണ്. കണ്ടോ? അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി മിസ്സിംഗ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മധ്യാങ്കം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കിയത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളാം, മധ്യാങ്കം എന്ന് പറയുന്നത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയതിന് ശേഷം മധ്യത്തിൽ വരുന്ന ആളാണ് എന്ത്? മധ്യാങ്കം എന്ന് പറയുന്നത്. സെൻറ്ററിൽ വരുന്ന ആൾ. ഇത് ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ കാണേണ്ട രീതി നമ്മൾ പറഞ്ഞു. n+1/2th ഒബ്സർവേഷൻ ആണ്. n+1/2th ഒബ്സർവേഷൻ ആണ് ഒറ്റ സംഖ്യയാണെങ്കിൽ വരിക. ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ പകുതി വരുന്ന സ്ഥാനവും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളിൻ്റെ നമ്പറും കൂടി എടുത്തിട്ട് അവരുടെ ആവറേജ് കാണുമ്പോഴാണ് ഈവൺ നമ്പർ ആണെങ്കിൽ കിട്ടുക. ഓക്കെ, ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 11 വരണ ഒറ്റ സംഖ്യയാണ്. 11ക്ക് 1 കൂട്ടിയാൽ 12, 12ൻ്റെ പകുതി 6ാമത്തെ ആൾ. ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 16 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 16ൻ്റെ പകുതി 8, 8ാമത്തെയോ 9ാമത്തെയോ ആളുടെ ആവറേജ്. ഇങ്ങനെയാണ് നമ്മൾ മധ്യാങ്കം കാണുന്നത്. അത് വേറിട്ട ചരങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് വേരിയബിൾ റോ ഡാറ്റയുടെ നമ്മൾ പറഞ്ഞു. ചെറുതെന്ന് വലുതൊക്കെ എഴുതുക, എന്നിട്ട് സെൻറ്ററിൽ വരുന്ന ആൾ. പിന്നെ ഫ്രീക്വൻസി വരുമ്പോൾ വേറിട്ട ചരങ്ങൾ നമ്മൾ പറഞ്ഞു. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അതിനുശേഷം ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ. പിന്നെ തുടരാവർത്തി പട്ടികയ്ക്ക് മാത്രമാണ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചത്. L + n/2 - CF / f × h. ഇതെല്ലാം എന്താണെന്നുള്ള ഓർത്തോളാം. n/2 ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെയാണോ വരുന്നത് അതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ്, മധ്യാങ്ക ക്ലാസ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധിയാണ് ആര്? L എന്ന് പറയുന്നത്. ആ ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധിയാണ് L എന്ന് പറയുന്നത്. പിന്നെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നതോ ഈ n/2 മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF എന്ന് പറയുന്നത്. f എന്ന് പറയുന്നതോ ഫ്രീക്വൻസി ഓഫ് മീഡിയം ക്ലാസ്. ആ മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് എന്ത്? f എന്ന് പറയുന്നത്. h എന്ന് പറയുന്നത് ക്ലാസ് അന്തരം. ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം. അതിനെയാണ് നമ്മൾ ക്ലാസ് അന്തരം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ മീഡിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ടോപ്പിക് വരുന്നത്. ഇപ്പം നമ്മൾ മീൻ പറഞ്ഞു, മീഡിയൻ പറഞ്ഞു. മീൻ പറഞ്ഞ സമയത്ത് മീനിന് നമ്മൾ പറഞ്ഞു അതൊരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്, ഗണിത ശരാശരിയാണ്. ഇപ്പോൾ മീഡിയൻ നമ്മൾ പറഞ്ഞു പൊസിഷണൽ ആവറേജ് ആണ്, ഒരു സ്ഥാനീയ ശരാശരിയാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തോളാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മീഡിയൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞു. ഗുണാത്മക ഡാറ്റയൊക്കെ കാണാൻ പറ്റുന്ന ഒരേ ഒരു ശരാശരി അതെന്താണ്? മധ്യാങ്കമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ കേന്ദ്ര പ്രവണതാമാനത്തിൽ മീനും മീഡിയനും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് മോഡാണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പം മീനും മീഡിയനും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. മീൻ കാണാനുള്ള ഇക്വേഷൻ x ബാർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ മീഡിയൻ പറഞ്ഞു. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മളിതിനു മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലും കയറിയേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചെക്ക് ചെയ്യുക, പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.